ഗുഡ് മോർണിംഗ് ഗൈസ്. ഈസ്റ്റ് അഹമ്മദിയിലാണ്, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, കുവൈറ്റിലാണ്. ഇവിടെയുള്ള ഒരു സവാരി റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പ്ലാൻ. പൊതുവേ ബ്രേക്ക്ഫാസ്റ്റുകളെ അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വൺ ഓഫ് ദ ക്രിട്ടിക്കൽ മീലാണ് ഡെയിലി ലൈഫിൽ. ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യുക, മെറ്റാബോളിസത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അതോടൊപ്പം ശരീരത്തിന് ആവശ്യമായ എനർജി ത്രൂ ഔട്ട് ദ ഡേ ലഭിക്കുക എന്നൊക്കെയുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കൂടിയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രി ലേറ്റ് നൈറ്റ് ഡിന്നർ അത്ര നല്ല കാര്യമല്ല. അങ്ങനെ നേരത്തെ ഡിന്നർ കഴിച്ച ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് സവാരിയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ദോശ ഐറ്റംസ് ഉണ്ട്. മസാല ദോശ, ഗീ റോസ്റ്റ്, ഓണിയോത്തപ്പൻ, തട്ടുദോശ. പിന്നെ ഗീ റോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരു കോമ്പിനേഷൻ വരുവാണെങ്കിൽ ചട്നി, സാമ്പാർ, ചമ്മന്തി വരും. പിന്നെ വട സെറ്റ് ഉണ്ട്. കറി ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ദാൽ ഫ്രൈ, ചെന്ന മസാല, എഗ് റോസ്റ്റ്, എഗ് കറി. സോ വെജിറ്റേറിയൻ ആണെങ്കിൽ പിന്നെ ദോശ ഐറ്റംസ്, പിന്നെ വട സെറ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നോൺ വെജിറ്റേറിയൻ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്? പൊറോട്ട, ബീഫ്, ചിക്കൻ കറി, അപ്പം, കല്ലപ്പൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കല്ലപ്പം ആൻഡ് കോമ്പിനേഷൻ വെജിലുള്ളവരാണെങ്കിൽ കടല ചോയ്സ്, നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ ബീഫ് കറി, ബീഫ് റോസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യും. ഫുഡ് സ്പെഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഇത് ചെയ്യാം. വട സാമ്പാർ, പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ ചായ, ഫ്രഷ് മിൽക്ക്. ഓക്കെ. സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവെ ആരും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല, പക്ഷേ ഒരാളുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ എൻ്റയർ ഡേ ക്യാരി ചെയ്യാൻ ആവശ്യമായ ഊർജ്ജം അത് ലഭിക്കുന്നത്, എനർജി ലഭിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ അത് അത്രയും ക്രിട്ടിക്കലാണ്. പക്ഷേ ഗൾഫിലും മറ്റും പല കൂട്ടുകാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് പോലുമില്ല, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ. ഇന്ന് സാറ്റർഡേ ആണ്, വൺ ഓഫ് ദ വീക്കെൻഡാണ് ഇൻ കുവൈറ്റ്. എങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ ഗൾഫിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒന്നിച്ച് ചേർത്ത് ബ്രഞ്ചാണ് കഴിക്കാറ്. ഈ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ജോലിയിലും മറ്റുമുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് പാർസലെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോയി ഓഫീസിൽ നിന്ന് കഴിക്കും. സോ ഈ ഒരു ഈസ്റ്റ് അഹമ്മദി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയുള്ള സ്ഥലത്ത് സവാരി പോലുള്ള റെസ്റ്റോറൻറ്റിൽ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കഴിഞ്ഞു. കാണാൻ പറ്റുന്നത് പോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബ്ലാക്ക് പോട്ടിലാണ് വലിയ വടകൾ എത്തിയിട്ടുള്ളത്. 2 വലിയ വടയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ. സോ പൊതുവെ വട എന്ന് പറയുമ്പോൾ വളരെ ക്രിസ്പി ആയിരിക്കണം എന്നാണ് പൊതുവെയുള്ളൊരു ആചാരം. പക്ഷേ അങ്ങനെ ക്രിസ്പി ആയതുകൊണ്ട് മാത്രം വട രുചികരമാകില്ല, മറിച്ച് അതിലെ ചില കൂട്ടുകൾ, സോഫ്റ്റ്നെസ്, അതോടൊപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, നല്ല വിടർന്നു നിൽക്കുന്ന വട, അത് വേറെ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നത്. ഈ ഒരു ഡിഷ്, അതായത് വട, സാമ്പാർ, അത് ഒന്നിച്ച് ഒഴിച്ച്, അതായത് അതിനെ പൊതുവെ പറയാറ് വട സാമ്പാർ ഡിപ്പ് എന്നാണ്. ഈ ഒരു കാര്യം ഞാൻ ആദ്യമായി കഴിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. സോ അവിടെ പൊതുവെ അങ്ങനെയാണ് കൊടുക്കാറ്. വട സാമ്പാർ ഡിപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചട്നിയൊക്കെ ഒഴിച്ചാണ് അവിടുത്തെ ഒരു ഭക്ഷണ രീതി എന്നുള്ളത്. സോ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ രുചിയാണ്. അതൊക്കെ എനിക്കൊരു ചെറിയൊരു ഒഫൻഡഡ് ആയിട്ട് തോന്നി. പൊതുവെ അങ്ങനെ ഹോട്ടലിൽ ഭക്ഷണത്തിൻ്റെ മുകളിൽ കറി ഒഴിച്ച് കൊണ്ടുവരാറില്ല. പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ ലഭിച്ച് പിന്നെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അതൊരു ഹാബിറ്റായി മാറിയത്. പിന്നീട് എവിടെ പോയാലും, ബാംഗ്ലൂരല്ല പുറത്ത് പോയാലും, നാട്ടിലായാലും ഗൾഫിലായാലും ഞാനൊരു ഈ ഒരു ഡിഷ് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റൈൽ, അതായത് ബാംഗ്ലൂരിൽ അങ്ങനെ സാമ്പാർ വട ഡിപ്പ് എന്നുള്ള ഒരു കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാടുവിലെ ഡിഷാണെന്ന് തോന്നുന്നു. കാരണം ബാംഗ്ലൂർ ഹൊസൂറിനടുത്താണ്, ഹൊസൂർ തമിഴ്നാടുവിലാണ്. സോ അങ്ങനെയുള്ളൊരു കൾച്ചർ, ഫുഡ് കൾച്ചർ അവിടെ വന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെയും ആ രീതിയിലുള്ള ഒരു ഫുഡ് ലഭിക്കുന്നത്. സോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസൈറ്റ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സോ ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ വട സാമ്പാർ ഡിപ്പ്, അതിലേക്ക് കുറച്ച് ചട്നി, വൈറ്റ് ചട്നി, അതോടൊപ്പം അതിന് ഒരു റെഡ് ചട്നി കൂടിയുണ്ട്. സോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു നോക്കാം.
സൂപ്പറാണ്. ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ പൊതുവെ ടേസ്റ്റ് ബെഡിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാം. പക്ഷേ ഈയുടെ ഒരു കമൻറ്റ് വന്നിരുന്നു, വായിൽ വെച്ച ഉടനെ എങ്ങനെ ടേസ്റ്റ് പറയാൻ പറ്റും എന്നുള്ളത്. സോ ടേസ്റ്റ് ചെയ്ത് കഴിച്ചതിന് ശേഷമാണ് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞത്. നല്ലൊരു ഫീലിംഗ് ആണ്, പ്രത്യേകിച്ച് നല്ല സ്പൈസിയാണ്. ഒരു തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ പോയാൽ ലഭിക്കുന്ന വട സാമ്പാർ എന്നുള്ളത് ഇത്രയും ഇതല്ല, സ്പൈസി അല്ല. പക്ഷേ ഇവിടെ കുറേ കൂടി സ്പൈസിയാണ് ഇൻ എ ബെറ്റർ വേ. ആദ്യത്തെ വട വളരെ വിജയകരമായി അവസാനിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വടയാണ്. ഈ വടയുടെ ഒരു സൈസ് വലിയ ഒരു സൈസാണ്. എനിക്ക് ഇത് കഴിച്ചു തീർക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. നേരത്തെ ഒരു അന്നാമലൈ തമിഴ് റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെട്ടിരുന്നു. അത് ചെറിയ ചെറിയ വടകളാണ്. മിനിമം എനിക്ക് തോന്നുന്നു ഈ ഒരു വടയുടെ ലിമിറ്റിലേക്ക് എത്തണമെങ്കിൽ മിനിമം അതിൻ്റെ ഒരു 3 വടയെങ്കിലും ചേർത്ത് വെക്കണമെന്നുള്ളതാണ്. സവാരി റെസ്റ്റോറൻറ്റ് ഇവരുടെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ഒരു ലക്ഷറി ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അതോടൊപ്പം അവരുടെ ഭക്ഷണം നല്ല വെറൈറ്റിയാണ്. ഇവരുടെ മെനു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു എക്സോട്ടിക് ആയിട്ടുള്ളൊരു മെനു, അത് സെർവ് ചെയ്യുന്ന രീതി, അതോടൊപ്പം ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും ഇവിടുത്തെ വെയിറ്റേഴ്സ് ആയാലും ഓരോ ആളും വളരെ കോഓപ്പറേറ്റീവാണ്. സോ ഈ രീതിയിലുള്ള സഹകരണം പൊതുവെ എല്ലാ ഹോട്ടൽസിൽ നിന്നും റെസ്റ്റോറൻറ്റ്സിൽ നിന്നും ലഭിക്കാറില്ല. സോ ഈ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടറിനെ കൂടി ശ്രദ്ധിക്കുക. കാരണം എല്ലാ ഹോട്ടലിലും അങ്ങനെ ഹോട്ട് വാട്ടർ കിട്ടാറില്ല, ചോദിച്ചാൽ മാത്രമേ ലഭിക്കാറുള്ളൂ. പക്ഷേ ഇത് ചോദിക്കാതെ തന്നെ ലഭിച്ചതാണ്. സോ അങ്ങനെയുള്ള ചില എഫേർട്ട്ലെസ് ആയിട്ടുള്ള മിനിമലായിട്ടുള്ള കാര്യം, ആരും ശ്രദ്ധിക്കാത്ത കാര്യം, അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കസ്റ്റമർ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അത് കുറേ കൂടി എലവേറ്റഡ് ആകുന്നു, കുറേ കൂടി പോസിറ്റീവ് ആകുന്നു. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ ചെന്നാൽ വെയിറ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു, ഓരോ കാര്യവും ചോദിക്കേണ്ടി വരുന്നു. എക്സ്ട്രാ സ്പൂൺസിനെ കുറിച്ച്, ഈ പറഞ്ഞ പോലെ ഹോട്ട് വാട്ടറിനെ കുറിച്ച്. നമ്മുടെ ഒരു ഹെവി ഡേ ആണ്, അല്ലെങ്കിൽ ഒരു പ്രഷർഫുൾ അല്ലെങ്കിൽ ഒരു ഡ്രെഡ്ഫുൾ ഡേ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകളും പല കാര്യങ്ങളും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അങ്ങനെ എൻ്റെ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നു ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് ഇവിടുത്തെ മാനേജ്മെൻറ്റും വർക്കേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടി. സോ ഈ കാര്യത്തിൽ കൂടിയൊക്കെ സവാരി റെസ്റ്റോറൻറ്റ് എന്നുള്ളത് കുറേ കൂടി ഡിഫറെൻ്റ് ആണ്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ ഒരു ചായ കൂടി അവസാനിപ്പിക്കാം. ലൈറ്റ് അല്ല, പൊതുവേ ഞാൻ ലൈറ്റ് ചായയാണ് കുടിക്കാറ്. പക്ഷേ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ചായയാണ്. ഫ്രഷ് മിൽക്ക് ടീ കൂടിയാണ്. സോ നാട്ടിലെ ഒരു ചായയുടെ ഒരു ആ രുചി കൂടിയുണ്ട് ഈ ഒരു ചായക്ക്. ഗൾഫിലെ ചായ പല രീതിയിലുണ്ട്. ഫ്രഷ് മിൽക്ക് ടീ എന്നുള്ളത് എല്ലാ ഹോട്ടലിൽ നിന്നും ലഭിക്കില്ല. റെയിൻബോ ടീ എന്ന് പറയും. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ മിൽക്ക് മെയ്ഡ് പോലത്തെ ഒരു സാധനമാണ് ഈ റെയിൻബോ എന്നുള്ള സാധനം. സോ ഒരു കണ്ടൻസേറ്റഡ് മിൽക്കാണ്, ഷുഗറാണ്. അത് പാലിന് പകരം ആഡ് ചെയ്തിട്ട് ചായയായിട്ടും ലഭിക്കാറുണ്ട്. സോ അബുദാബിയിൽ പൊതുവെ ഫ്രഷ് മിൽക്ക് ടീ ആയിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ കുവൈറ്റിൽ പല റെസ്റ്റോറൻറ്റ്സിലും, പ്രത്യേകിച്ച് മലയാളി റെസ്റ്റോറൻറ്റ്സിലും കിട്ടുന്ന ചായയിൽ അവർ ഈ രീതിയിലുള്ള റെയിൻബോ ആഡ് ചെയ്തിട്ടാണ് തരാറ്. അത് പ്രത്യേകം പറയണം, ഫ്രഷ് മിൽക്ക് ടീ വേണമെന്നുള്ളത്. സോ എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള ഒരു ചായ ലഭിക്കുകയുള്ളൂ. ഇത് നല്ലൊരു ചായയാണ്. ബ്രേക്ക്ഫാസ്റ്റും ഓൾ ടുഗദർ വാസ് ഗുഡ്, പ്രിറ്റി ഡീസൻറ്റ്. ഫുഡ് റിവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം കാശ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സോ അതിനുള്ള ഒരു ലൈവ് എക്സാമ്പിളാണ്, കാശ് കൊടുക്കാറുണ്ട്. സോ ഫ്രീ ആയിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും അതൊരു അൺബയസ്ഡ് റിവ്യൂ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം, പേ ചെയ്യുന്നൊരു കാര്യം. സോ അത് കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ കൂടി ഒഴിവാക്കാം. സോ ഇന്നലെ, അതായത് ഫ്രൈഡേ, ലഞ്ച് ഇവിടെയാണ് കഴിച്ചത്, സവാരിയിലാണ്. സോ ആ ഒരു ഡിഷ് എന്നുള്ളത് ബീഫ് സുബിയാന. ഇത് ഫ്രൈഡേ മാത്രം ലഭിക്കുന്ന ഒരു ഡിഷാണ്. സോ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. സോ ഐഫോണിൽ പകർത്തിയ ചില ഫൂട്ടേജസ് മാത്രമാണുള്ളത്. അത് ആഡ് ചെയ്യുന്നു. വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയുള്ള ഫുഡാണ്. സോ കുറച്ച് ഞാൻ കഴിച്ചു. ഒരു 2, 3, 4 പേർക്ക് ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഫുഡിൻ്റെ വേറൊരു പ്രത്യേകത അതാണ്, ക്വാണ്ടിറ്റി അല്പം കൂടുതലാണ്. ഒറ്റയ്ക്ക് വന്ന് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു നല്ല ഒരു കമ്പനിയൊക്കെ ആക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് കഴിക്കുന്നതായിരിക്കും. വരുമ്പോൾ നിങ്ങൾക്ക് ആ എൻ്റയർ ഫുഡ് കൺസ്യൂം ചെയ്യാം വളരെ എഫക്റ്റീവായിട്ട്. സോ ഇത് നമ്മുടെ മുനവറാണ്. നിങ്ങളാണോ ഇതിൻ്റെ ഓണർ? ഞാനുണ്ട്, പിന്നെ എൻ്റെ ഫാദറുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ ബ്രദറിലോ ഇഷാം. ഓൾറെഡി 2 റെസ്റ്റോറൻറ്റ് മലബാറിലുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 1 ഇയർ ആയി.
സവാരി എന്തുകൊണ്ടാണ് സവാരി എന്ന് പേരിട്ട പൊതുവെ ഒരു വെറൈറ്റി പേരാണല്ലോ? സവാരി ആക്ച്വലി സവാരി എന്ന് പറഞ്ഞാൽ ട്രാവൽ എന്നാണ് ഇത് അർത്ഥം. ആക്ച്വലി അറബിയിൽ, ഹിന്ദിയിൽ, പിന്നെ അതേപോലെ നമ്മൾ മലയാളത്തിൽ എല്ലാത്തിലും ഒരേ മീനിങ് ആണ് സവാരി എന്നുള്ളതിന് വരുന്നത്. പിന്നെ ഇതിൽ കൂടെ നമ്മളൊരു കോട്ടുണ്ട് ജേർണി ഓഫ് ടേസ്റ്റ്. അതെ, ജേർണി ഓഫ് ടേസ്റ്റ് എന്നാണ് ഇവരുടെ ടാഗില്. സവാരി അല്ലേ, പഞ്ചിയാണ്. അതെ അതെ, പഞ്ചിഗ്രീൻ. അതെ, അപ്പൊ അതോടൊപ്പം ഞാൻ കണ്ടു ദാറുൽ അഫ്ര എന്നുള്ള ഒരു ഇതിന്റെ ഗ്രൂപ്പാണല്ലോ. അതെ അതെ, അതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 40 years ആയി. എൻ്റെ ഫാദർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫാദറും പിന്നെ അതേപോലെ 3-4 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാദർ ഒറ്റക്കാണ് അത് മാനേജ് ചെയ്തത്. അതിന്റെ ഭാഗമാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് സ്പിൻ ഓഫ് ആണ്. ഇത് പുതിയ നമ്മളെ ന്യൂ ജനറേഷൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു ബിസിനസ്, അത് ഒരു പഴയ രീതിയിലുള്ള ഒരു ബിസിനസ് ആയിരുന്നു. അതാണ് ഇതും. അതൊരു ന്യൂ ജെൻ, എല്ലാവർക്കും വരാൻ പറ്റിയ ടൈപ്പ് ഒരു റെസ്റ്റോറൻറ്റ്. എത്ര വർഷമായി സവാരി സ്റ്റാർട്ട് ചെയ്തത്? സവാരി 1 year ആയി. 1 year and 1 month ആയി ഇപ്പോൾ. ഒതൻറ്റിക് ആയിട്ടുള്ള അറബിക് ഫുഡ്, പിന്നെ അതേപോലെ ഇന്ത്യൻ മിക്സ് ചെയ്തിട്ടുള്ള ക്വസിൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഞാൻ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോകാറില്ല, പക്ഷേ ഒരു പ്രത്യേക സവാരി കണ്ടിരുന്നു, ഹൈലൈറ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഒരു ലഞ്ച് കൂടി ഇവിടെ വന്ന് കഴിച്ചിരുന്നു. അതെ, ബ്രേക്ക്ഫാസ്റ്റിന് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് വീഡിയോ എടുക്കാൻ വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ഇപ്പം നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ വന്ന സമയത്ത് ഒറ്റയടിക്ക് ഫുള്ളായി. അങ്ങനെയാണ് ആവാറ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും, കഴിച്ചു പോകും. ഇരിക്കാൻ സമയമില്ല. പക്ഷേ ഈ തേഴ്സ്ഡേ ഫ്രൈഡേസിലൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ പോകുന്നത്. എല്ലാവർക്കും റിലാക്സ് ചെയ്യാം, പാർക്ക് ചെയ്യാം, കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് പീസ്ഫുൾ ആയിരിക്കും, അത്ര റഷ് ആവില്ല. എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാം, പാർക്കിംഗ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ആൾക്കാർ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ഉണ്ടാവാറ്. ഇതൊരു ബേസിക്കലി ഫാമിലി റെസ്റ്റോറന്റ് ടൈപ്പാണ്. രാത്രി രസം വന്നിരുന്നു, അപ്പം നിറയെ ഫാമിലീസ്. അതെ അതെ, നൈറ്റിൽ ഓൾമോസ്റ്റ് സാൽമിയ, അബ്ബാസിയ, നമ്മളെ മലയാളീസും അറേബ്യൻസും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും കഴിക്കാറുണ്ട്. മിക്സ്ഡ് ആയിട്ടുള്ളൊരു കസ്റ്റമേഴ്സാണുള്ളത്. എന്താണ് നിങ്ങളെ സിഗ്നേച്ചർ പ്രോഡക്റ്റ്? എന്താണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ അറബിക് ആയിട്ടുള്ള ഈ മദ്ഹൂത്ത്, പിന്നെ മന്തി, പിന്നെ ഗ്രില്ല്, ഫഹം, പിന്നെ ഫിഷ് ഗ്രിൽ ഐറ്റംസ്, പിന്നെ റിബ്സ്, ഇങ്ങനത്തെ കുറേ സ്പെഷ്യൽ നമ്മളെ മസാലയും അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് ആൾക്കാർ. അതായത് മദ്ഹൂത്ത് എല്ലായിടത്തും കഴിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഫ്ലേവർ ഡിഫറെൻ്റ് ആണ്. നമ്മളതിൽ നമ്മളെ ഒരു സ്പൈസസ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. സോ ഇത് ഈസ്റ്റ് അഹമ്മദിയിലെ ഇൻഡസ്ട്രി ഏരിയ അല്ല, അഹമ്മദി ഇൻഡസ്ട്രി ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ്. നിറയെ കമ്പനികളാണുള്ളത്. കുവൈറ്റ് ഓട്ടോമോട്ടീവ് ഇമ്പോർട്ട്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ നിങ്ങൾ ബൈ 30 അല്ലെങ്കിൽ 40 റോഡ് എടുക്കുകയാണെങ്കിൽ വളരെ അടുത്താണ് അല്ലേ, എയർപോർട്ടിലേക്ക് വരുന്ന ആൾക്കാർ ഗസ്റ്റ് വരുമ്പോഴേക്ക് അധികം ഇവിടെ വന്നിട്ട് എൻ്റർ ചെയ്തിട്ട് കഴിച്ചിട്ടൊക്കെ പോവാണ്. നിങ്ങൾ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞങ്ങൾ മലപ്പുറം. പിന്നെ ഓണം വരികയാണെങ്കിൽ സോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യൽ മീലോ ഡീലോ? സ്പെഷ്യൽ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാ സൺഡേസിലും ഇവിടെ സദ്യ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ കഴിഞ്ഞ വിഷുവിന് ഇതേപോലെ നമ്മൾ ബൾക്ക് ഓർഡേഴ്സും ചെയ്തിരുന്നു. ഓണത്തിന് ഞങ്ങൾ അതേപോലെ ബൾക്കായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ടൈമിൽ എത്തിച്ചിട്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരുന്ന ഓർഡറിനനുസരിച്ച് ഞങ്ങളൊരു 3-4 ദിവസം മുമ്പ് നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങും. റേറ്റ്സ് എങ്ങനെയാണ്? റേറ്റ്സ് സദ്യക്ക് നമ്മൾ 2KD ഹാഫാണ് ഡൈനിന് വരുന്നത്. പിന്നെ പാർസലാണെങ്കിൽ 2KD 750. അത് ഇപ്പോൾ സ്പെഷ്യലാണെങ്കിൽ ചിലപ്പോൾ ഒരു 200 പിൽസ് അങ്ങനെ അതിൽ കൂടാൻ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സദ്യ ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ ചിലപ്പോൾ ഒരു 200 പിൽസ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം അത് സ്പെഷ്യലായിരിക്കും. നമ്മൾ എന്തായാലും ഫുഡ് സാധനങ്ങളൊക്കെ കൂടുതലുണ്ടാവും, ഐറ്റംസ് ഇതൊക്കെ കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഡെലിവറി ഉണ്ടല്ലോ അല്ലേ? ഡെലിവറി ഉണ്ട്. പിന്നെ നമ്മൾ തലബാത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തലബാത്ത് വഴി ഇവരുടെ സ്പെഷ്യൽ ഡെലീഷ്യസ് മീൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഇതാണ് അഹമ്മദ് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ സവാരി റെസ്റ്റോ. ഓക്കെ, സോ സവാരി റെസ്റ്റോ എന്നുള്ളത് ഒരു ന്യൂ ജനറേഷൻ റെസ്റ്റോറൻ്റ് ആണ്. അവരുടെ ഫാദർ സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻറ്റ് ദാറുൽ അഫ്ര എന്നുള്ളതിൻ്റെ ഒരു സ്പിൻ ഓഫ് കൂടിയാണ്. നല്ലൊരു അനുഭവമായിരുന്നു. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വരുമ്പോൾ സമയം അത് എങ്ങനെയുണ്ട്, അതായത് ഓഫീസ് ടൈമിലാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതല്ല ഓഫ് ഡേയ്സ് ആണെങ്കിൽ പാർക്കിംഗ് ഒരു പ്രശ്നമല്ല, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം എന്ന ഒരവസ്ഥയാണ്. സോ നിങ്ങൾക്ക് സവാരി റെസ്റ്റോ തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന
എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ താങ്ക് യു. ഇനി അടുത്ത ഒരു റെസ്റ്റോറൻറ്റിൽ പുതിയൊരു അനുഭവമായി എക്സ്പീരിയൻസുമായി വീണ്ടും കാണാം.